നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ക്ഷീണങ്ങളും തിരിച്ചടികളിൽ നിന്നുമൊക്കെ ഒന്നും പഠിക്കാനോ മുസ്ലിങ്ങളോടും മറ്റു മതന്യൂനപക്ഷങ്ങളോടുള്ള മോശം സമീപനങ്ങളും തീവ്ര ഹിന്ദുത്വ ശക്തികൾ തങ്ങളുടെ നയസമീപനങ്ങളിൽ പോലും അയവ് വരുത്താനോ സംസ്ഥാനങ്ങളിലെ BJP സർക്കാർ തയ്യാറല്ലെന്നതാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. BJP അധികാരത്തിൽ കയറിയ സമയത്ത് അതിന് തൊട്ടു പിന്നാലെയാണ് ഒഡീഷയിലെ തീരപ്രദേശമായ ബാലസോറിൽ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം തമ്മിലടിക്കുകയും ആ മേഖലയിൽ ഇന്റർനെറ്റ് ബന്ധം കട്ടാക്കുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ബക്രീദ് ബലിയുടെ പേരിൽ ഉണ്ടായ കലാപത്തിൽ ഒരുപാട് വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഒട്ടനവധി ആളുകൾക്ക് പരിക്കുമേറ്റു. സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി സംസ്ഥാനത്തെ തീവ്ര ഹിന്ദുത്വ ശക്തികളോടൊപ്പം അവരുടെ നശിപ്പിക്കുന്നതായ പ്രവർത്തനങ്ങളിൽ മറഞ്ഞും തെളിഞ്ഞും പങ്കുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ സംസ്ഥാനത്തെ സമാധാന ചുറ്റുപാടുകളെ ഭീതി ഉയർത്തുന്ന സംഭവങ്ങൾക്ക് കടിഞ്ഞാടിടാൻ പുതിയ സർക്കാരിന് എത്രത്തോളം സാധിക്കുമെന്ന ചോദ്യം ഇവിടെ വളരെയധികം പ്രസക്തമായ ഒരു കാര്യമാണ്. BJP സംസ്ഥാന ഭരണം കയ്യേറുന്ന ആസാമിലെ ദുറാങ് ജില്ലയിലെ ദൽപൂരിൽ നിന്ന് ബംഗാളി മുസ്ലിങ്ങളെ കൂട്ടത്തോടെ സ്വന്തം വീടുകളിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുന്നു. 2021 അതേ മേഖലയിൽ നടന്ന കൂട്ടക്കുടിയിറക്കലിന്റെ മാനുഷിക പരിഗണന ലവലേശമില്ലാത്ത തുടർച്ചയാണ് ഇപ്പോൾ വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നത്. ബംഗാളി മുസ്ലിങ്ങൾ പാരമ്പര്യമായി ജീവിച്ചിരുന്ന മേഖലകളിൽ നിന്നാണ് ബംഗ്ലാദേശികൾ അനധികൃത നിർമ്മിതികൾ എന്ന ആരോപണം തൊടുത്തുവിട്ടുകൊണ്ട് ബുൾഡോസറുകളും മറ്റും ഉപയോഗിച്ച് വീടുകൾ ഇടിച്ചു നിരത്തിയുള്ള കൂട്ടക്കുടിയിറക്കൽ നടപടി. ഇതേപോലെ തന്നെയാണ് ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിലെ അക്ബർ നഗറിൽ 1200-ൽ പരം വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തിയുള്ള കൂട്ടക്കുടിയിറക്കൽ. ബുൾഡോസർ രാജിന് കുപ്രസിദ്ധമായ മധ്യപ്രദേശിലും മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ പൊളിക്കപ്പെടുകയും 4 സമുദായാംഗങ്ങളെ ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് ജയിലിലടയ്ക്കുകയും ചെയ്ത് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെന്ന് ആലോചിക്കണം. സ്ഥലത്തെ ക്ഷേത്രത്തിൽ പശുവിന്റെ തലയറുത്ത് വലിച്ചെറിഞ്ഞുവെന്ന ആരോപണത്തിന്റെ പേരിലാണ് പോലീസും അധികൃതരും തത്സമയ മിന്നൽ ശിക്ഷ നടപ്പിലാക്കിയത്. സംസ്ഥാനത്തെ മണ്ഡലത്തിലെ ബൈൻവാഹിയിൽ ഗോഹത്യയും പശു ഇറച്ചിയും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് ആരോപിച്ച് 11 മുസ്ലിം കുടുംബങ്ങളുടെ വീടാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു പൊളിച്ചു കളഞ്ഞത്. ഇടിച്ചു നിരത്തിയ വീടിന്റെ പരിസരങ്ങളിൽ നിന്നും 150 പശുക്കളെ കണ്ടെത്തിയെന്ന പേരിലാണ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ ന്യായീകരണം. തൊട്ടടുത്ത സംസ്ഥാനമായ ഛത്തീസ്ഗഡിൽ പശുക്കടത്ത് ആരോപിച്ച് 2 മുസ്ലിങ്ങളെ ആൾക്കൂട്ടം തല്ലിക്കൊന്നതും ഇതിനടുത്ത ദിവസമായിരുന്നു. ഭരിക്കുന്ന തെലങ്കാനയിലെ മേടക്കിൽ ബക്രീദ് ആഘോഷങ്ങൾക്ക് തയ്യാറെടുത്ത മുസ്ലിങ്ങളെ ജനക്കൂട്ടം ആക്രമിക്കുകയും പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ആശുപത്രി തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJP സഖ്യകക്ഷികളുടെ പിന്തുണയോടെ കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിച്ച് ഭരണം ആരംഭിച്ച് ദിവസങ്ങൾ പോലും അധികമായില്ല. അതിനിടയിലാണ് രാജ്യത്തിപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വർഗീയ അക്രമ സംഭവങ്ങളുടെ ചുരുക്കപ്പട്ടിക. ഒരു വർഷത്തിൽ കൂടുതലായി മണിപ്പൂരിൽ നടക്കുന്ന വംശീയ കലാപം ഒരു അറുതിയുമില്ലാതെ തുടരുന്നതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിലെ വംശീയ കലാപം അവസാനിപ്പിക്കാൻ കഴിയാത്തത് മോദി സർക്കാരിന്റെ തോൽവിയാണെന്ന് RSS സർസംഘ് ചാലക മോഹൻ ഭാഗവത് വ്യക്തമാക്കി. പ്രഖ്യാപിച്ചിട്ടും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കാത്തത് രാഷ്ട്രീയ നിശ്ചയദാർഢ്യത്തിന്റെ അസാന്നിധ്യമല്ലാതെ വേറെന്താണെന്നാണ് അതിനെ പറയേണ്ടത്. അവർക്ക് അനുകൂലമല്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം BJPയിലോ നയപരിപാടികളിലോ വീണ്ടും വിചാരം കൈക്കൊള്ളാനോ ക്ഷമയ്ക്കോ ഉപകാരപ്രദമായിട്ടില്ല എന്നതാണ് ഈ ചെറിയ കാലയളവിനുള്ളിൽ നടന്ന മേൽ വിവരിച്ച സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. BJPയും സംഘപരിവാറും പിന്തുടരുന്ന ഫാസിസ്റ്റ് ഐഡിയോളജിയും പ്രവണതയ്ക്കുമെതിരെ ജനങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ശക്തമായ പ്രതിരോധം കൊണ്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളുടെയും ജനാധിപത്യ മതേതര ശക്തികളുടെയും റിപ്പബ്ലിക്കിൻ്റെ തന്നെയും നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശക്തമായ തിരിച്ചുവരവ് നടത്തിയ പ്രതിപക്ഷവും അതിന് വഴിയൊരുക്കിയ ജനങ്ങളും പാർലമെന്റിലും പുറത്തും ഒരേപോലെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയും നിയമവാഴ്ചയ്ക്കും വേണ്ടിയുള്ള പോരാട്ടവും ചെറുത്തുനിൽപ്പുമൊക്കെ ശക്തമാക്കണമെന്നാണ് ഈ അടുത്ത കാലത്തെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.